ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 10 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 11 മുതൽ 18 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട ആ ഒരു സന്ദർഭം. ശേഷം അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ്, മാ കസബൽ ഫുആദു മാ റഅ. മാ കസബ, കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ് ശരിക്കർത്ഥം. അപ്പോൾ മാ കസബ എന്ന് പറയുമ്പോൾ കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞില്ല, ഇവിടെ കളവാക്കിയിട്ടില്ല എന്നുള്ള അർത്ഥവും കൊടുക്കാം. അൽ ഫുആദു, ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയം. മാ കസബൽ ഫുആദു, ഹൃദയം കളവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഹൃദയം കളവ് പറഞ്ഞിട്ടില്ല. മാ റഅ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. മാ റഅ, കണ്ടത്, കണ്ടതിനെപ്പറ്റി. അപ്പോൾ അദ്ദേഹം കണ്ടതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഹൃദയം കളവാക്കിയിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. അടുത്ത ആയത്ത് അഫ തുമാറൂനഹു അലാ മാ യറ. അഫ തുമാറൂനഹു, മാറ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുതാരി യുമാരി, തുമാരി എന്നൊക്കെയാണ്. മാറ എന്നുള്ളത് മാലിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. യുമാരി തുമാരി എന്നൊക്കെ പറയുമ്പോൾ അത് മുതാരിയാണ്, അതായത് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. യുമാരി എന്നുള്ളതിൻ്റെ ബഹുവചന രൂപം യുമാറൂന, അവർ തർക്കിക്കുന്നു അല്ലെങ്കിൽ അവർ തർക്കിക്കും. അത് തുമാറൂന എന്നാണെങ്കിൽ നിങ്ങൾ തർക്കിക്കുന്നു, നിങ്ങൾ തർക്കിക്കുന്നു. അതിൻ്റെ കൂടെ ഹു എന്ന് ചേരുമ്പോൾ അദ്ദേഹത്തോട്. അപ്പോൾ തുമാറൂനഹു, നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നു. അതിനു മുമ്പിൽ ഫ എന്ന് ചേരുമ്പോൾ ഫ തുമാറൂനഹു, എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹംസയുണ്ട്, ഹംസത്തു ഇസ്തിഫാം. അത് വന്നു കഴിഞ്ഞാൽ അതൊരു ചോദ്യമായിട്ട് മാറും. അപ്പോൾ എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നു എന്നുള്ളത് എങ്ങനെ ചോദ്യമായിട്ട് മാറുക? എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അഫ തുമാറൂനഹു, എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അലാ മാ യറ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ എന്ന് പറഞ്ഞാൽ കാണും അല്ലെങ്കിൽ കാണുന്നു. അതിനു മുമ്പിൽ മാ എന്ന് വരുമ്പോൾ മാ യറ, കാണുന്നത്. അലാ മാ യറ, അല എന്ന് പറഞ്ഞാൽ മേൽ. അപ്പോൾ അലാ മാ യറ, കാണുന്നതിന് മേൽ എന്ന് പറഞ്ഞാൽ കാണുന്നതിൻ്റെ പേരിൽ എന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അഫ തുമാറൂനഹു അലാ മാ യറ, എന്നിരിക്കെ അദ്ദേഹം കാണുന്നതിൻ്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അടുത്ത ആയത്ത് വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ. വലഖദ്, വാവ് അത്ഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്, എന്നർത്ഥത്തിൽ. ലഖദ്, തീർച്ചയായും. ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തൗക്കീദിന് വേണ്ടിയിട്ട്. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അതും ശരിക്കൊരു തൗക്കീദിൻ്റെ വാക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ. എങ്ങനെ? റആഹു, റആ അദ്ദേഹം കണ്ടു, ഹു അദ്ദേഹത്തെ. അപ്പോൾ റആഹു, അദ്ദേഹം അദ്ദേഹത്തെ കണ്ടു. ആരാണ് ഈ അദ്ദേഹം അദ്ദേഹത്തെ കണ്ടു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. അതാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞത്. ഇത് ഇവിടെ കണ്ടു, റആ എന്നുള്ളത് ഒരു മാലിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത് പറയുന്ന രൂപത്തിലുള്ള ക്രിയയാണ്. അങ്ങനെയുള്ള പദങ്ങളുടെ മുമ്പിൽ ഖദ് എന്ന് വരുമ്പോൾ അതിന് തീർച്ചയായും എന്ന അർത്ഥം കൊടുക്കണം. മുലാരിയുടെ മുമ്പിലാണ് ഖദ് വരുന്നതെങ്കിൽ ഏറെക്കുറെ എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഖദ് റഅ എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ തീർച്ചയായും കണ്ടിട്ടുണ്ട്. ആ ലാമും കൂടെ ചേർത്ത് ലഖദ് റഅ, തീർച്ചയായും കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. ഹു, അദ്ദേഹത്തെ. അപ്പോൾ തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. നസ്ലത്തൻ ഉഖ്റ, നസ്ലത്തൻ, നസ്ലത്തൻ എന്ന് പറഞ്ഞാൽ നസ്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, നസ്ലത്തൻ ഒരു ഇറക്കം അല്ലെങ്കിൽ ഒരു വരവ്. ഉഖ്റ, മറ്റൊരു. നസ്ലത്തൻ ഉഖ്റ, മറ്റൊരു വരവിൽ, മറ്റൊരു ഇറക്കത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ,
മാത്രമല്ല മറ്റൊരു വരവിൽ അദ്ദേഹത്തെ തീർച്ചയായും കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തായത്ത് ഐന്ദ സിദ്റത്തിൽ മുൻതഹ. ഐന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത്, സിദ്റത്തിൽ മുൻതഹ. സിദ്റത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇലന്തമരം എന്നാണ്. അൽ മുൻതഹ അങ്ങേ അറ്റത്തുള്ള, ഏറ്റവും അവസാനത്തിലുള്ള, അതിർത്തിയിലുള്ള. ഐന്ദ സിദ്റത്തിൽ മുൻതഹ അങ്ങേ അറ്റത്തെ ഇലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച്. അതിൻ്റെ വിശദീകരണം നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം. അടുത്തായത്ത് ഐന്ദഹ ജന്നത്തുൽ മഅ്വാ. ഐന്ദ അടുത്ത്, ഹാ അതിൻ്റെ, ഐന്ദഹ അതിൻ്റെ അടുക്കലാണ്, അതിൻ്റെ അടുത്തുണ്ട്. ജന്നത്തുൽ മഅ്വാ ജന്നത്ത് തോട്ടം അല്ലെങ്കിൽ സ്വർഗം. അൽ മഅ്വാ ആവാസത്തിൻ്റെ, വാസസ്ഥലത്തിൻ്റെ, താമസത്തിൻ്റെ. ഐന്ദഹ ജന്നത്തുൽ മഅ്വാ അതിൻ്റെ അടുത്താണ് ആവാസത്തിൻ്റെ സ്വർഗമുള്ളത്. അടുത്തായത്ത് ഇത് യക്ഷ സിദ്റത്തമാ യക്ഷ. ഇത് സന്ദർഭം. യക്ഷ ഖഷിയ എന്ന് പറഞ്ഞാൽ മൂടി എന്നാണ് അർത്ഥം. ആവരണം ചെയ്തു. യക്ഷ മൂടും അല്ലെങ്കിൽ ആവരണം ചെയ്യും, അല്ലെങ്കിൽ മൂടുന്നു, ആവരണം ചെയ്യുന്നു. ഇത് യക്ഷ മൂടുന്ന സന്ദർഭം അല്ലെങ്കിൽ ആവരണം ചെയ്യുന്ന സന്ദർഭം. അസിദ്റത്ത ഇലന്തമരം. മാ യക്ഷ മൂടുന്നത്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇത് യക്ഷ സിദ്റത്ത മാ യക്ഷ മൂടുന്നതൊക്കെയും ആ ഇലന്തമരത്തെ മൂടുന്ന സന്ദർഭം. മാ സാഖൽ ബസറു വമാ തഗ. മാ സാഖ, സാഖ എന്ന് പറഞ്ഞാൽ ചാഞ്ഞു, ചെരിഞ്ഞു, തെറ്റിപ്പോയി എന്നൊക്കെയാണ്. മാ സാഖ തെറ്റിയിട്ടില്ല അല്ലെങ്കിൽ വക്രത ബാധിച്ചിട്ടില്ല. അൽ ബസറു കാഴ്ചക്ക്, ദൃഷ്ടിക്ക്, കണ്ണിന്. വമാ ത്വഗ, ത്വഗ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടു അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടു അല്ലെങ്കിൽ അക്രമം ചെയ്തു. അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കുക എന്നാണല്ലോ. അപ്പോൾ ക്രമം വിട്ടു എന്നൊക്കെ അതിനർത്ഥം കൊടുക്കാം. മാ ത്വഗ എന്ന് പറഞ്ഞാൽ ക്രമം വിട്ടിട്ടില്ല അല്ലെങ്കിൽ പരിധി വിട്ടിട്ടില്ല അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടിട്ടില്ല. വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥം കിട്ടും. വമാ ത്വഗ നിയന്ത്രണം വിട്ടിട്ടുമില്ല, പരിധി വിട്ടിട്ടുമില്ല അല്ലെങ്കിൽ ക്രമം തെറ്റിയിട്ടുമില്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം മാ സാഖൽ ബസറു വമാ ത്വഗ. കാഴ്ചക്ക് വക്രത ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ കാഴ്ച തെറ്റിപ്പോയിട്ടില്ല അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പോയിട്ടില്ല. അത് ക്രമം തെറ്റിയിട്ടുമില്ല അല്ലെങ്കിൽ പരിധി വിട്ടിട്ടുമില്ല അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടിട്ടുമില്ല. അടുത്തായത്ത് ലഖദ് റഅ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര. ലഖദ് ഇതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, തീർച്ചയായും അങ്ങനെ തന്നെ. റഅ കണ്ടു, അപ്പോൾ തീർച്ചയായും കാണുക തന്നെ ചെയ്തു. മിൻ ആയാത്തി, ആയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം, വചനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. മിൻ ആയാത്തി ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് എന്നർത്ഥം. റബ്ബിഹി, റബ്ബ് നാഥൻ, രക്ഷിതാവ്. ഹി അദ്ദേഹത്തിൻ്റെ, റബ്ബിഹി അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ. അൽ കുബ്ര അതിമഹത്തായ. അപ്പോൾ ലഖദ് റഅ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം തീർച്ചയായും കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പുള്ള ആയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ചക്രവാളത്തിൽ ആകാശത്ത് കണ്ടതായിട്ടും ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതും 2 വില്ലളവോളം അല്ലെങ്കിൽ അത്രയും അടുത്ത് നിന്ന കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് മാ കസബൽ ഫുആദു മാ റഅ. അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഹൃദയം കളവാക്കിയിട്ടില്ല. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടത് നമുക്ക് തന്നെ സംശയം ഉണ്ടാവും. കണ്ണുകൊണ്ട് നമ്മളത് കണ്ടു എന്നൊരു തോന്നൽ, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല, നമുക്ക് തോന്നിയതാവാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധമുണ്ട്, പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് ഉറപ്പാണ്. എന്തായാലും അത് കണ്ടിട്ടുണ്ട്, അല്ലാതെ കാണാത്തൊരു കാര്യം പറഞ്ഞതല്ല. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് ഒരു സംശയമൊന്നും പിന്നെ തോന്നിയിട്ടില്ല, അങ്ങനെ ഉണ്ടായോ ഇല്ലേ എനിക്ക് തോന്നിയതാണോ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉറപ്പിച്ചിട്ടുണ്ട്, അത് കളവാക്കിയിട്ടില്ല. ഒരുപക്ഷെ എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നിയതാവും എന്നുള്ള രൂപത്തിലൊന്നുമല്ല. ശരിക്കും നമ്മൾ പകൽ വെളിച്ചത്തിൽ ഒരു കാര്യം കാണുമ്പോൾ എങ്ങനെയാണോ ഉറപ്പിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അഫ തുമാറൂനഹു അലാമായറ, എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹം കാണുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അത്രയും കൃത്യമായി അദ്ദേഹം കണ്ടൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കണ്ടില്ല എന്ന് പറയുന്നത്? അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്വപ്നത്തിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒന്നുമല്ല,
അദ്ദേഹം കൃത്യമായി പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടിട്ടുണ്ട്. ആ കണ്ട കാര്യം അദ്ദേഹം അത്ര കൃത്യമായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്? വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ. ഇനി അത് മാത്രമല്ല, മറ്റൊരു സന്ദർഭത്തിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മറ്റൊരു സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്, മറ്റൊരു വരവിലും കണ്ടിട്ടുണ്ട്. നസ്ലത്തൻ ഉഖ്റ, മറ്റൊരു വരവിൽ, മറ്റൊരു ഇറക്കത്തിൽ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇറക്കം മറ്റൊരു തവണയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതെപ്പോഴാണ്? അതെവിടെ വെച്ചിട്ടാണ്? ഇൻദ സിദറത്തുൽ മുൻതഹ, സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മിഹ്റാജ് ഉണ്ടല്ലോ, ആകാശ യാത്ര, ആ സന്ദർഭത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയണത്. ഈ ആകാശത്തേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നത് ഒരു രാത്രിയിലാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഒരു മനുഷ്യൻ ഇത്രയും ആകാശങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ സാധാരണഗതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മുന്നൊരുക്കം വേണമല്ലേ? നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ചന്ദ്രനിലേക്കൊക്കെ ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ എത്ര കാലം മുമ്പ് അതിന് വേണ്ട മുന്നൊരുക്കങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വേണം. അതൊന്നുമില്ല, നേരെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് അങ്ങനെ ഒരു യാത്ര നൽകി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം അങ്ങേ അറ്റത്തുള്ള സിദറത്തുൽ മുൻതഹ എന്ന് പറയുന്ന അവിടെ വെച്ച് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ രണ്ടാമത്തെ പ്രാവശ്യം ഈ പറഞ്ഞ സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാൽ. ഇവിടെ എന്താണ് ഈ സിദറത്തുൽ മുൻതഹ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം പരിശുദ്ധ ഖുർആനിലൊന്നും വന്നിട്ടില്ല. അത് ഇലന്ത മരം എന്നാണ് അതിന് അറബിയിൽ അർത്ഥം കൊടുക്കുക. പക്ഷേ അങ്ങനെ ഒരു ഇലന്ത മരം തന്നെയാണോ, നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഇലന്ത മരം ആണോ? അതാവാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്വർഗത്തിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണല്ലോ. അതുകൊണ്ട് എന്താണതുകൊണ്ട് പൂർണ്ണമായി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പറഞ്ഞു തരാത്തിടത്തോളം കാലം നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും ആ സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മറ്റൊരിക്കൽ കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടത് എവിടെയാണ്? ആദ്യ പ്രാവശ്യം കണ്ടത് നമ്മൾ ഈ സൂറത്തുൻ നജ്മിൽ ഇപ്പോൾ പറഞ്ഞല്ലോ. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് കണ്ടു, പൂർണ്ണമായ രൂപത്തിൽ കണ്ടു, ശരിയായ രൂപത്തിൽ, സാക്ഷാൽ രൂപത്തിൽ കണ്ടു. 600 ചിറകുകളൊക്കെയുള്ള ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന അത്രയും വലിയൊരു രൂപമാണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ആ രൂപത്തിലാണ് ഒന്ന് കണ്ടത്. അത് ഈ സൂറത്തുൻ നജ്മിൽ പറഞ്ഞ ഈ ഭാഗമാണ്. പക്ഷേ ചില പണ്ഡിതന്മാർ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടത് സാക്ഷാൽ രൂപത്തിലായിരുന്നു, അതാണ് ഒന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ഈ സൂറത്തുൻ നജ്മിൽ പറഞ്ഞ കാര്യങ്ങൾ. സൂറത്തുൻ നജ്മിലെ ഈ കാര്യം അവതരിക്കുന്നത് ഹിറാ ഗുഹയിൽ ആദ്യത്തെ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും അത് രണ്ടും കൂടെ ചേർത്ത് മക്കയിലെ കാഴ്ച എന്നുള്ള രൂപത്തിൽ ഒന്നാമത്തെ കാഴ്ചയായിട്ടും, പിന്നീട് ആകാശത്തേക്കുള്ള ആ യാത്രയിൽ മിഹ്റാജിൻ്റെ സമയത്ത് കണ്ടത് രണ്ടാമത്തെ കാഴ്ചയായിട്ടും, അങ്ങനെ 2 പ്രാവശ്യം നേരിട്ട് കണ്ടു. അതിൽ ആദ്യത്തെ കാഴ്ച ഹിറാ ഗുഹയിൽ വെച്ചിട്ടുള്ള കാഴ്ചയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹിറാ ഗുഹയിൽ വെച്ച് മനുഷ്യരൂപത്തിലാണ് കണ്ടത്. സൂറത്ത് നജ്മിൻ്റെ ഈ ഭാഗങ്ങളിൽ പറയുന്ന ആ ഒരു കാഴ്ച ആകാശത്ത് ചക്രവാളത്തിൽ ശരിയായ രൂപത്തിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം സാക്ഷാൽ രൂപത്തിൽ കണ്ടത്. ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടത് മനുഷ്യരൂപത്തിലായിരുന്നു എന്നുള്ള വിശദീകരണമുണ്ട്. ഈ വിശദീകരണമാണ് കൂടുതൽ ശരിയോട് യോജിച്ചതെന്ന് തോന്നുന്നു. അല്ലാഹു അലം. ഇവിടെ പറയുന്നൊരു കാര്യം, ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടത് മനുഷ്യരൂപത്തിലായിരുന്നുവെങ്കിൽ അങ്ങനെ പേടിച്ചോടുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 2 പ്രാവശ്യമാണ് പൂർണ്ണമായ രൂപത്തിൽ, സാക്ഷാൽ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടത്. ഒന്ന് മക്കയിൽ വെച്ച്, അത് ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ കാഴ്ചയും ഈ സൂറത്ത് നജ്മിൻ്റെ സമയത്തുണ്ടായ ഈ കാഴ്ചയും കൂടെ ചേർത്ത് ഒന്നാമത്തെ ഒരു കാഴ്ചയായിട്ട് പരിഗണിക്കാം. അതുപോലെ മിഹ്റാജിൻ്റെ രാത്രിയിൽ സംഭവിച്ച ആ കാഴ്ച രണ്ടാമത്തെ കാഴ്ചയായിട്ടും പരിഗണിക്കാം. ശരി, അപ്പോൾ ഈ രണ്ടാമത്തെ കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇൻദ സിദറത്തുൽ മുൻതഹ, സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. അങ്ങേ അറ്റത്തുള്ള ഇലന്തമരം എന്നാണ് അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഈ അങ്ങേ അറ്റത്തുള്ള ഇലന്തമരം എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു തരാതിരുന്നത്? ഇവിടെ ആ ഇലന്തമരത്തിൻ്റെ പ്രത്യേകതയല്ലല്ലോ പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സ്ഥാപിക്കുകയാണ്. അതല്ലാതെ സിദറത്തുൽ മുൻതഹ എന്താണെന്ന് പഠിപ്പിച്ചിരല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അത് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഐന്ദഹ, അതിൻ്റെ അടുത്ത്, ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് ജന്നത്തുൽ മഅ്വ, ആവാസത്തിൻ്റെ സ്വർഗം, വാസസ്ഥലത്തിൻ്റെ സ്വർഗം, എല്ലാവർക്കും സത്യവിശ്വാസികൾക്ക് പിന്നീട് മരണത്തിന് ശേഷം താമസിക്കാനുള്ള സ്വർഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികൾ ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സിദ്റത്തുൽ മുൻതഹ എന്താണെന്ന് കാണുമായിരിക്കും. അല്ലാഹു അലം. ആ സമയത്തൊരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും, ഇതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയ ആ സിദ്റത്തുൽ മുൻതഹ എന്നൊരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കുമായിരിക്കും. അല്ലാഹു അലം. വീണ്ടും അള്ളാഹു പറയുകയാണ്, ഇത് യഗ്ഷ സിദ്റതമാ യഗ്ഷ, മൂടുന്നത് ആ സിദ്റത്തിനെ മൂടിയ സന്ദർഭം. അപ്പോൾ എന്തോ ഒന്ന് മൂടിയിട്ടുണ്ട്. എന്താണ് ആ മൂടിയത് എന്ന് കൃത്യമായിട്ട് ഇവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് പല വ്യാഖ്യാനങ്ങളും പല അഭിപ്രായങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുണ്ട്. അതൊരു ദിവ്യ പ്രകാശമായിരിക്കാം വന്ന് മൂടിയത്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കണ്ടിട്ടില്ല. അവിടെ ഒരു പ്രകാശമുണ്ടായിരുന്നു. ആ പ്രകാശത്തിൻ്റെ മറ കാരണം, അല്ലെങ്കിൽ ആ പ്രകാശം കാരണം അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രകാശത്തിൻ്റെ മറ, ആ പ്രകാശം വന്ന് മൂടിയത് അതായിരിക്കാം എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതല്ല, മലക്കുകളാണ് അതിനെ വന്ന് മൂടിയത് എന്ന അഭിപ്രായമുണ്ട്. അതുമല്ല, മറ്റ് ചില സവിശേഷമായ സൃഷ്ടികൾ ആ ഒരു സിദ്റത്തുൽ മുൻതഹയെ വന്ന് മൂടി എന്നുള്ള രൂപത്തിലൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ ഒരു സിദ്റത്തുൽ മുൻതഹയെ മൂടുന്നത് വന്ന് മൂടിയപ്പോൾ മാ സാഗൽ ബസറു വമാ തഗ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് തെറ്റിപ്പോയിട്ടില്ല, കണ്ണഞ്ചിപ്പോയിട്ടില്ല. മാത്രവുമല്ല അത് ക്രമം വിട്ടിട്ടുമില്ല, അത് പരിധി വിട്ടിട്ടുമില്ല. ഇത്തരം കാഴ്ചകളൊക്കെ ഒരു മനുഷ്യന് കാണുമ്പോൾ ഒരു പക്ഷേ ഒന്ന് പതറിപ്പോകൂലേ, കണ്ണഞ്ചിപ്പോകും ചിലപ്പോൾ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി അതെല്ലാം കാണുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് തെറ്റിപ്പോയിട്ടില്ല, കണ്ണഞ്ചിപ്പോയിട്ടില്ല, ഇതെല്ലാം കണ്ട് ആകെ പരിഭ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ക്രമം തെറ്റിയിട്ടില്ല, പരിധി വിട്ടിട്ടില്ല, ആ കൂടെ എന്തെങ്കിലും ആ സമയത്ത് സംഭവിച്ചിട്ടില്ല. അദ്ദേഹം എല്ലാം വളരെ ശാന്തനായി ഇതെല്ലാം കാണുകയാണ് ചെയ്തത്. കൃത്യമായിട്ട് ഇതെല്ലാം അനുഭവിക്കുകയാണ് ചെയ്തത്, ഇതെല്ലാം കാണുകയാണ് ചെയ്തത്. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പറയൂലേ. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലതാണ് കണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. മാ കസബൽ ഫുആദു മാ റഅ, റഅ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ നീട്ടാനുള്ള മുകളിലൊരു വര നോക്കൂ. അത് അവിടെ പാരായണം നിർത്തുന്നവർക്കുള്ളതല്ല. പാരായണം നിർത്തുന്നവർ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ മാ റഅ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അതേസമയത്ത് അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ എന്താണ്? ഹംസയാണ്. അഫതുമാറൂനഹു എന്നുള്ളൊരു തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ നമുക്ക് ചേർത്തി ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റഅ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്, അഫതുമാറൂനഹു അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ്. 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല, മദ് മുൻഫസിൽ. അപ്പോൾ അവിടെ വേണമെങ്കിൽ കൂട്ടി ഓതുന്ന സമയത്ത് 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. മാ റഅ അഫതുമാറൂനഹു എന്ന രൂപത്തിൽ നീട്ടി ഓതാം. പക്ഷേ അവിടെ പാരായണം നിർത്തുന്ന ആളുകൾക്ക് അങ്ങനെ ആ തരത്തിൽ 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ പാടില്ല. അവർ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അഫതുമാറൂനഹു അവിടെ ഹ ഉളമീർ വന്നതിൻ്റെ അവസാനത്തിൽ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അഫതുമാറൂനഹു അത് സൂചിപ്പിക്കാൻ അവിടെ ഒരു ചെറിയ വാവ് കൊടുത്തിട്ടുണ്ടാവും. അലാമാ യറ വലഖദ്, ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. വലഖദ് ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, വെളിവായി കേൾക്കണം. റആഹു, റആഹു എന്ന് പറയുമ്പോൾ ആ ഹ ഉളമീറിനെ നീട്ടാൻ പാടില്ല. കാരണം അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ ശേഷം ഹർക്കത്തുണ്ട്, മുമ്പുള്ള അക്ഷരം ഒരു നീട്ടലാണ്. റആ ആ എന്നുള്ള നീട്ടലാണ്. നീട്ടലിനെ നമ്മൾ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് 2 ഭാഗത്തും ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ, ഹർക്കത്തിൽ അക്ഷരങ്ങളുണ്ടോ ചോദിച്ചാൽ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഹ ഉളമീറിനെ നീട്ടാതെയാണ് പറയേണ്ടത്. റആഹു എന്നേ പറയാൻ പറ്റുള്ളൂ. നസ്ലത്തൻ ഉഖ്റ, നസ്ലത്തൻ അതിൻ്റെ അവസാനത്തിൽ തെൻവീന്, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അപ്പോൾ നസ്ലത്തൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇങ്ങനെ ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ തെൻവീൻ എഴുതുമ്പോൾ ആ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെയായിട്ടാണ് എഴുതുക. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ആ 2 വരകൾ കുറച്ച് തെറ്റിച്ചിട്ടാണ് എഴുതുക.
അപ്പോൾ നസ്ലത്തൻ ഉഹ്റ. ഐന്ദ അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂണിൻ്റെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഐന്ദ സിദ്റത്തിൽ അവിടെ ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയാം. അൽ മുൻതഹ അവിടെയും ഇഖ്ഫാ ചെയ്യുക, താഇൻ്റെ മുമ്പ് സുക്കൂണിൻ്റെ നൂന് വന്നു, അവ്യക്തമാക്കി മണിക്കുക, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മുൻതഹ. ഐന്ദഹ വീണ്ടും ദാലിന് മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യാം. ജന്നത്തുൽ അവിടെ നൂനിൻ്റെ ഷദ് മണിക്കുക. അൽ മഅ്വാ, ആ മഅ്വാ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു നീട്ടൽ നോക്കൂ, അവിടെയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നീട്ടാനുള്ള ഒരു അടയാളം മുകളിൽ ഒരു വിലങ്ങനെയുള്ളൊരു വര കൊടുത്തിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ കാരണം? നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ. അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുമ്പോൾ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു. അപ്പോൾ ഹംസയുടെ മുമ്പ് മദ് എന്നുള്ള ആ ഒരു നിയമപ്രകാരം, മദ് മുൻഫസിൽ പ്രകാരം 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് ചേർത്തി ഓതുന്ന ആളുകൾക്ക്. അതിന് വേണ്ടിയിട്ടാണ്, അത് കാണിക്കാനാണ് ആ ഒരു അടയാളം കൊടുത്തത്. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിലാണ് മഅ്വാ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ചേർത്തി ഓതുന്നവർ മഅ്വാ ഇത് എന്ന രൂപത്തിൽ പാരായണം ചെയ്യാം. ഇത് യഗ്ഷ സിദ്റത്ത, അവിടെ സിദ്റത്ത എന്നുള്ളടുത്ത് ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗ. ലഖദ് ദാലിന് സുക്കൂന് വീണ്ടും കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്ത് പറയണം. റഅ മിൻ ആയാത്തി, മിൻ ആയാത്തി എന്ന് പറയുമ്പോൾ ഹംസയുടെ മുമ്പ് സുക്കൂനിലെ നൂനാണ്. അതിനെ ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വെളിവായി കേൾക്കണം, എൻ എന്നുള്ള ശബ്ദം. അത്തരം സന്ദർഭങ്ങളിൽ സുക്കൂനിലെ നൂൻ എഴുതുമ്പോൾ ആ നൂനിൻ്റെ പുള്ളിക്ക് പുറമെ ആ സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവും. ഇൽഹാർ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സുക്കൂനിലെ നൂൻ എഴുതുമ്പോൾ നൂനിൻ്റെ ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. മിൻ ആയാത്തി റബ്ബിഹി, റബ്ബിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉദമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തുണ്ട്, ശേഷം വന്നത് അൽ കുബ്ര എന്നാണ്. അവിടെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂനുള്ള എൽ എന്നുള്ളതാണ്. അപ്പോൾ ശേഷം ഹർക്കത്തില്ല എന്നാണ് പറയാം. ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള ലാമാണ്. ഈ സുക്കൂന് ഹർക്കത്തിൽ പരിഗണിക്കൂല. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗത്തും ഹർക്കത്തുണ്ടോ നോക്കിയാൽ ഒരു ഭാഗത്തെ ഹർക്കത്തുള്ളൂ, ശേഷം ഹർക്കത്തില്ല. അതുകൊണ്ട് ആ ഹ ഉദമീറിനെ നീട്ടാൻ പാടില്ല. റബ്ബിഹി എന്ന് പറയില്ല, റബ്ബിഹി എന്നേ പറയുള്ളൂ. റബ്ബിഹിൽ കുബ്ര. കുബ്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാഇന് സുക്കൂന് വന്നു, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവായി പറയണം. അപ്പോൾ ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. നേരത്തെ ദാലിന് സുക്കൂന് വന്നപ്പോൾ പറഞ്ഞ പോലെ. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഖുത്തുബ് ജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ് ത്വാ ബാ ജീമ് ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ ഒന്ന് പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ പറയണം. അപ്പോൾ ഇവിടെ ബാഇന് സുക്കൂന് വന്നു, നേരത്തെ ദാലിന് സുക്കൂന് വന്നു, അവിടേക്ക് അതിനെ പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ വെളിവാക്കിയിട്ട് പറയാം. കുബ്ര, കുബ്ര എന്ന് പറഞ്ഞാൽ പോരാ, കുബ്ര, ബ് എന്ന് പുറത്തേക്ക് കേൾക്കണം, കുബ്ര. ഇവിടെയും നോക്കൂ, ആ റാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ ഒരു നീട്ടലുണ്ട്. അത് അടുത്ത ആയത്ത് തുടങ്ങുമ്പോൾ ഹംസ വരുന്നതുകൊണ്ടാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ പാരായണ നിയമങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ കസബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷാ മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ മാ കസബൽ ഫുആദു, മാ കസബ കളവ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെ സാന്ദർഭികമായിട്ട് കളവാക്കിയില്ല. ആര്? അൽ ഫുആദു, ഹൃദയം. അപ്പോൾ ഫുആദ് എന്നുള്ളത് അവിടെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർത്താവാണ്. കളവാക്കിയില്ല എന്ന് പറയുമ്പോൾ ആര് കളവാക്കിയില്ല? അതിൻ്റെ ഉത്തരമാണ് ഫായിലായിട്ട് വരിക, അല്ലെങ്കിൽ കർത്താവായിട്ട് സബ്ജക്റ്റായിട്ട് വരിക. ഫുആദ്, ഹൃദയം എന്നാണ് അതിൻ്റെ ഉത്തരം. അതിന് ആ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. സാധാരണ റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് കൊണ്ടാണ് കാണിക്കുക. അതുകൊണ്ടാണ് ഫുആദു എന്ന അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത്. മാ റആ, എന്തിനെയാണ് കളവാക്കാതിരുന്നത്? മാ റആ, അത് കണ്ടതിനെ, അപ്പോൾ അല്ലെങ്കിൽ അത് കാണുന്നതിനെ. ആ മാ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്ത് വരുന്ന പദം, മാ എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് നെസ്ബിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. മാ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ട് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അടുത്ത ആയത്ത് അഫ തുമാറൂനഹു അലാ മാ യറാ. അലാ എന്നുള്ളത് ഹർഫ് ജറാണ്. അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. ഇവിടെ പക്ഷേ മാ എന്നുള്ളത് വന്നുകൊണ്ട് അതിന് ജെറ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. വലഖദ് റആഹു, റആഹു എന്ന് പറയുമ്പോൾ റആ, അദ്ദേഹം കണ്ടു. അപ്പോൾ ഹുവ എന്നുള്ളത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹുവ എന്നുള്ളത് ആണ് ഫായിൽ, അത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. റആ എന്ന് മാത്രം പറയുമ്പോൾ അദ്ദേഹം കണ്ടു എന്നാണ്. അപ്പോൾ ഫേൽ എന്താണ്? റആ. ഹുവ എന്നുള്ളത് ഫായിലാണ്, അത് അതിനകത്തുണ്ട്. ഹു, അദ്ദേഹത്തെ, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ, അത് മഫ്ഊലുൻ ബിഹിയാണ്.
ഈ മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. ഇവിടെ ഹു എന്നുള്ളത് മബിനിയായൊരു പദമാണ്, അതിന് നമുക്ക് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ റആഹു എന്നുള്ളതിൽ ഹു എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിക്കുന്നത്. നസ്ലത്തൻ ഉഹ്റ, മറ്റൊരു ഇറക്കത്തിൽ. ഐന്ദ സിദ്റത്ത്, ഐന്ദ സിദ്റത്ത് എന്ന് പറയുമ്പോൾ ഐന്ദ എന്നുള്ളത് ഒരു ലർഫാണ്, അടുക്കൽ എന്നല്ലേ, അടുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ 2 തരം ലർഫുകളാണ് പറയാം, ലർഫ് സമാനും ലർഫ് മക്കാനും. ഒരു സ്ഥാനത്തെ, ഒരു സ്ഥലത്തെ കുറിക്കുന്ന ലർഫുകളുണ്ട്, അതാണ് ലർഫ് മക്കാൻ. ഒരു സമയത്തെ കുറിക്കുന്ന ലർഫുകളുണ്ട്, അതാണ് ലർഫ് സമാൻ. ഇവിടെ ഇന്ത, അടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ലർഫ് മക്കാനാണ്, ഒരു സ്ഥാനത്തെ കുറിക്കുകയാണ്. അങ്ങനെയുള്ള ലർഫുകളെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിന് മുലാഫിൻ ഇലഹി എന്ന് പറയും. ആ മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, അതുകൊണ്ടാണ് സിദ്റത്തി എന്ന് എഴുതിയത്. അപ്പോൾ ഇതിനെ ലർഫ് മുലാഫിൻ ഇലഹി എന്നാണ് പറയാം. ഇനി സിദ്റത്തിൽ മുൻതഹ എന്ന് പറയുമ്പോൾ സിദ്റത്ത് എന്നുള്ള പദത്തെ മുൻതഹയിലേക്ക് ചേർത്തു, അപ്പോൾ വീണ്ടും അവിടെ മുലാഫിൻ ഇലഹി വന്നു. സിദ്റത്ത് എന്നുള്ള പദത്തെ മുൻതഹയിലേക്ക് ചേർക്കുമ്പോൾ മുൻതഹ എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്, അതുകൊണ്ട് മുൻതഹ എന്നുള്ള പദത്തിന് ജറ് കിട്ടണം. പക്ഷേ മുൻതഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അവിടെ കാണാൻ നമുക്കൊരു ഉച്ചരിക്കാത്ത യാ ആണുള്ളത്, അതിന് ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയാം, രോഗമുള്ള അക്ഷരം എന്നൊക്കെ പറയും. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും ഇടാൻ പറ്റില്ല, ഹർക്കത്തിനൊന്നും താങ്ങി നിൽക്കാനുള്ള ആരോഗ്യം അതിനില്ല, അതുകൊണ്ട് രോഗമുള്ള അക്ഷരം എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അതിൻ്റെ മേലെ ഹർക്കത്തിടാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് കസറോ ലമ്മോ ഫത്തഹോ ഒന്നും അതിന് ചേരൂല. അപ്പോൾ നമുക്കവിടെ പറയാം മുൻതഹ എന്നുള്ളത് ജറ് കിട്ടിയ അവസ്ഥയിലാണ്, പക്ഷേ അവിടെ കസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ശരി, അപ്പോൾ ഈ സിദ്റത്തിൻ്റെ വൃത്തി എന്താണ്? ഇന്ദ സിദ്റത്ത് എന്ന് പറയുമ്പോൾ സിദ്റത്ത് മുലാഫിൻ ലേഹിയാണ്, സിദ്റത്തിൽ മുൻതഹ എന്ന് പറയുമ്പോൾ സിദ്റത്ത് മുലാഫാണ്. അപ്പോൾ ആ സിദ്റത്ത് അതിൻ്റെ നടുവിൽ പെട്ടു അല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ അതിനെ മുലാഫ് വസ്തു എന്ന് പറയും. അടുത്ത ആയത്തിൽ ഇന്ദഹ ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ മഅ്വ എന്ന് പറയുമ്പോൾ മഅ്വയുടെ ജന്നത്ത്, അവിടെ ആ ജന്നത്തിനെ മഅ്വയിലേക്ക് ചേർത്തു. അപ്പോൾ മഅ്വ എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ്, അതിന് ജറ് കിട്ടണം. സാധാരണ കെസ്ർ കൊണ്ടോ കെസ്ർ തൻവീൻ കൊണ്ടോ ഒക്കെയാണ് ജറിനെ സൂചിപ്പിക്കുക, പക്ഷേ അയില്ലത്തിൻ്റെ അക്ഷരം വന്നാൽ അതിനൊന്നും ചെയ്യൂല, അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അവിടെ അതിന് ജറ് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അവിടെ കാണിക്കാൻ പറ്റില്ല, അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇത് യഗ്ഷ സിദ്റത്ത, യഗ്ഷ മൂടി, എന്തിനെയാണ് മൂടിയത്? അസിദ്റത്ത, സിദ്റത്തിനെ മൂടി. അപ്പോൾ സിദ്റത്ത് എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. എന്തിനെ, ആരെ എന്നൊക്കെ പറയുമ്പോൾ അതാണ് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരിക. ഈ മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അതുകൊണ്ടാണ് സിദ്റത്ത അവസാനത്തിൽ ഫത്തഹ് ഇട്ട് എഴുതിയത്. സാധാരണ നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ ഒക്കെയാണ് കൂടുതലായിട്ടും കാണിക്കുക, അല്ലാത്ത സന്ദർഭങ്ങളുമുണ്ട്. മാ യക്ഷ, മാ സാഗൽ ബസറു, മാ സാഗ, വക്രത ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ തെറ്റിയിട്ടില്ല. എന്ത് തെറ്റിയിട്ടില്ല? അൽ ബസറു, കാഴ്ച തെറ്റിയിട്ടില്ല. അപ്പോൾ കാഴ്ച എന്നുള്ളത് അവിടെ ഫായിലാണ്, അതുകൊണ്ട് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആണല്ലോ, അതുകൊണ്ടാണ് അവിടെ ബസറു അവസാനത്തിൽ ദമ്മിട്ട് എഴുതിയത്. വമാ തഗ ലഖദ് റഅ മിൻ ആയാത്തി, മിൻ ആയാത്തി എന്ന് എടുത്തു കഴിഞ്ഞാൽ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, മിനിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അപ്പോൾ ആയാത്ത് എന്നുള്ളതിന് ജറ് കിട്ടിയിട്ടുണ്ട്. ആ അവസാനത്തെ കെസ്റ് കണ്ടതുകൊണ്ട് അവിടെ ജറാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇവിടെ മിൻ വന്നതുകൊണ്ട് നമുക്ക് പറയാം ആയാത്ത് എന്നുള്ളതിന് ജറ് കിട്ടിയിട്ടുണ്ട്. നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും ഇത്തരം പദങ്ങൾക്ക് കെസ്റ് കൊണ്ടാണ് ആ നെസ്ബിനെ സൂചിപ്പിക്കുക. അതായത് ആയാത്ത് എന്നുള്ള പോലെയുള്ള പദങ്ങൾക്ക്, അവസാനത്തിൽ അലിഫും താവും വരുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള പദങ്ങൾക്ക്, അത്തരം പദങ്ങൾക്ക് അവസാനത്തിൽ കെസ്റ് കൊടുത്താൽ ഒന്നുകിൽ അത് നെസ്ബിൻ്റെ അടയാളമാവാം അല്ലെങ്കിൽ ജറിൻ്റെ അടയാളമാവാം. ഇവിടെ മിൻ വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അത് ജറിൻ്റെ അടയാളമായിട്ട് വന്ന കെസ്റാണ്. ചില സന്ദർഭങ്ങളിൽ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ, ഇപ്പോൾ മഫ്ഊലുൻ ബിഹിയുടെ ഒക്കെ സ്ഥാനത്ത് വന്നിരിക്കുക, അപ്പോഴും കെസ്റിട്ടിട്ട് തന്നെയാണ് എഴുതുക. അതുകൊണ്ടാണ് നമ്മൾ വജ്ജഹത്തു വന്ന സമയത്ത് ഫത്തറ സമാവാത്തി വൽ അർള, ഫത്തറ സമാവാത്തി, ശരിക്കും അവിടെ ഫത്തറ സമാവാത്ത വൽ അർള എന്ന രൂപത്തിലാണ് വരേണ്ടതെന്നാണ് തോന്നുക. പക്ഷേ ആ സമാവാത്തിനും അർദിനും രണ്ടിനും നെസ്ബ് കിട്ടിയിട്ടുണ്ട്. സമാവാത്തിന് നെസ്ബ് കൊടുത്തത് കെസ്ർ കൊണ്ടാണ്, അർള് പിന്നെ നമുക്ക് ഫത്തഹ് തന്നെ നെസ്ബ് എഴുതാൻ പറ്റുന്ന പദമാണ്. ശരി, ഇവിടെ മിൻ ആയാത്തി റബ്ബിഹി, ആയാത്തി റബ്ബി എന്നെടുക്കുമ്പോൾ ആയാത്ത് എന്നുള്ളതിനെ റബ്ബിലേക്ക് ചേർത്തു. അപ്പോൾ റബ്ബ് എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്, മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറ് കിട്ടണം, അതുകൊണ്ടാണ് റബ്ബി എന്നെഴുതിയത്. ഇനി റബ്ബിഹി എന്നെടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ മുലാഫിൻ ഇലഹി വന്നു, റബ്ബിനെ ഹി എന്നുള്ളതിലേക്ക് ചേർത്തു, ആ ഹി എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്. ഇനി അൽ കുബ്ര, അൽ കുബ്ര എന്നുള്ളത് വിശേഷണമാണ്, സിഫത്താണ്. ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? റബ്ബിനെ വിശേഷിപ്പിച്ചതാണോ അതോ ആയാത്തിനെ വിശേഷിപ്പിച്ചതാണോ? ഈ കുബ്ര എന്നുള്ള പദത്തിൻ്റെ പ്രത്യേകത അത് സ്ത്രീലിംഗ രൂപമാണ്. അക്ബർ എന്നുള്ളതാണ് പുല്ലിംഗ രൂപം. കബീർ എന്ന് പറഞ്ഞാൽ വലുത്, അക്ബർ ഏറ്റവും വലുത്. ഈ ഏറ്റവും വലുത് എന്നുള്ളത് പുല്ലിംഗ രൂപത്തിൽ പറയുമ്പോഴാണ് അക്ബർ എന്ന് പറയാം. അതേസമയത്ത് സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോൾ കുബ്ര എന്നാണ് പറയാം. അതേപോലെ തന്നെ സഗീർ എന്നുള്ളതിനുണ്ട്, അസുഗർ, സുഗ്റ.
ഇവിടെ കബീർ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ഇസ്മു തഫ്ദീൽ അല്ലെങ്കിൽ സീഗ മുബാലക എന്ന് പറയും. അത് പുല്ലിംഗ രൂപത്തിലാവുമ്പോൾ അക്ബർ എന്നും സ്ത്രീലിംഗ രൂപത്തിലാവുമ്പോൾ കുബറ എന്നും. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കുബറ എന്ന് ഉപയോഗിച്ചത്? റബ്ബിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടാണ് അത് വന്നതെങ്കിൽ അക്ബറാണ് വരേണ്ടത്. അപ്പോൾ റബ്ബിനെ വിശേഷിപ്പിക്കുന്ന പദമല്ല. പിന്നെ ആയാത്ത് സ്ത്രീലിംഗാണ്, അതിനെയാണ് വിശേഷിപ്പിക്കുന്നത് കുബറ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ റബ്ബിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്, അതല്ലാതെ അതിമഹത്തായ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നല്ല. അതിമഹത്തായ റബ്ബിൻ്റെ എന്നല്ല, അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.